ദൈവമേ, ഇയാൾക്ക് വട്ടായോ? ചേട്ടാ, ചേട്ടൻ എന്തായി കാണിക്കണം? ചേട്ടാ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വാല് നിവരില്ലെന്ന് കേട്ടിട്ടില്ലേ? എടാ, ഞാനേ ഈ പട്ടിയുടെ വാല് നിവർത്താൻ നോക്കുകയല്ല, ഈ കുഴലൊന്ന് വളച്ചെടുക്കാൻ നോക്കുക. നിങ്ങളിവിടെ കുഴലും വളച്ചോണ്ടിരുന്നോ? മോളൊരുത്തനെ വളച്ചോണ്ട് പോയി. ആരെ? ആ വക്കീലിനെ. നേരാണോടാ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാവേ. ഇയാൾക്ക് വട്ട് തന്നെയാ. എന്റെ മോള് മിടിക്കാനാ. നയാ പൈസ സ്ത്രീധനം കൊടുക്കാതെ അവള് കാര്യം ഒപ്പിച്ചെടുത്തില്ലേ? മോൻ എസ് ഐ, മരുമൻ വക്കീൽ, അച്ഛന് വട്ടും. അത് നിന്റെ അപ്പൻ. എന്റെ മോളുടെ പിടിനവൻ വിട്ടോടും മുമ്പേ ഉടനെ അവരുടെ കല്യാണം നടത്തണം. എന്താ നോക്കിയേക്കണേ? ഒരു 10-15 ഒന്നിച്ചെടുക്ക്. കല്യാണത്തിന് സംബന്ധിക്കാൻ എത്തിയതാണല്ലേ? അല്ല, നിങ്ങളുടെ സംബന്ധി ഒന്ന് കാണാമെന്നതാ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആഗ്രഹിച്ചത് വിധിച്ചില്ലെങ്കിലും വിധിച്ചത് സ്വീകരിക്കേണ്ടി വന്നു. നേരിട്ട് വന്ന് നിങ്ങളൊക്കെ ക്ഷണിക്കാൻ സാധിച്ചില്ല, എങ്കിലും വന്നത് വളരെ സന്തോഷം. സദ്യ ഉണ്ടിട്ട് പോവാം. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷിച്ച് നിന്റെ കല്യാണം കൂടി മിഷ്ടാനം ഉണ്ട്. കയ്യും പഠിച്ചെനിക്ക് തിരിച്ചു പോകാൻ വന്നാണെന്നാണോ നീ വിചാരിച്ചത്? നീ ഇത്രയും നാളും കേസ് വാദിക്കാതെ എതിർ കക്ഷിയുടെ പെങ്ങളെയും പ്രേമിച്ച് പിന്നാലെ നടക്കുകയായിരുന്നല്ല. ഞങ്ങളുടെ മരുമോളുടെ കല്യാണം നടത്താൻ വേണ്ടിയാ നിന്നെ ഞങ്ങൾ കേസ് ഏൽപ്പിച്ചത്. എന്നിട്ട് നിന്റെ കല്യാണം നടത്താനാണോ നിനക്ക് ധൃതി? ഇനി ഞാൻ കേസിൽ നടത്തേണ്ട ഒരു പുല്ലും ചെയ്യണ്ട. കേസ് ഞങ്ങൾ വേറെ വക്കീലിനെ ഏൽപ്പിച്ചോളാം. അതിന് നിങ്ങളുടെ കേസ് ഇവിടെ ആര് നടത്തി? എന്റെ അളിയനെതിരെ കേസ് നടത്താൻ എമ്മണി പുളിക്കും. ഞങ്ങളെ അളിയനും ഒറ്റക്കെട്ടാ. അളിയാ, ഇനി നന്ദിനിയുടെ കേസ് അളിയൻ നടത്തിക്കോ. കണ്ടോ നിയമവും ആഭ്യന്തരം ഒന്നിച്ചു നിൽക്കുന്നത്? ഇനി നിന്റെയൊക്കെ കാലിന്റെ മുട്ട അടിച്ചോടിച്ചാലും ഒരു പട്ടി എന്നോട് ചോദിക്കില്ലടാ കുട്ടി തേവാങ്കുകളെ. കണ്ടില്ലേ നവദമ്പതികൾ നിൽക്കുന്നത്? ഇനി സ്ഥലം വിട്ടോ. കുട്ടഞ്ചേരി കാരണവന്മാരെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. അവരാരി? ഞങ്ങളാണോ നത്തോലി തന്തേ? പഴയ വീറും വാശിയും പ്രതാപമൊന്നും ഇപ്പോഴും കൈമോശം വന്നിട്ടില്ലടോ. കൂടുതൽ വിളച്ചിരുത്താണ്ടല്ലോ, വെട്ടി നുറുക്കി കണ്ടം തുണ്ടമാക്കാൻ ഞങ്ങൾക്ക് മടിയില്ല. നിങ്ങൾ ആരാ കണ്ടം തുണ്ടം പ്രദേശം? കൂട്ടഞ്ചേരികൾക്ക് കൂട്ടമായി പിരിയാം. മതി, ഉള്ളിൽ സംസാരിക്കണ്ട, എല്ലാവരും വിളിച്ചോണം.